ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നാട്ടിൽ പോണതിൻ്റെ ഒരു ബിഫോർ ഡേ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ. ഇന്ന് മറ്റന്നാണ് ഞാൻ നാട്ടിൽ പോണത്. ഇനി 2 ഡേയ്സും കൂടെ ഉള്ളൂ. ഇപ്പോൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന ഒരു ഈവനിങ് ഒക്കെ ആയി. നല്ല വിശപ്പുണ്ട്. രാവിലെ ഇതിൽ ഒന്നും കഴിച്ചിട്ടില്ല. സോ ഞാൻ മെഗ്ഡി വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് ഷോപ്പിംഗ് പാക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഫുഡ് വന്നിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ട് വരാം. ഓൾവേസ് ഞാൻ ബിഗ് മാക്ക് ഒക്കെ തന്നെയാണ് ഓർഡർ ചെയ്യാറ്. ബിഗ് മാക്ക് അല്ലെങ്കിൽ റാപ്പ് ഒക്കെ. എനിക്ക് നല്ല വിശപ്പുകൊണ്ടുള്ള ബിഗ് മാക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സൈസ് സെറ്റാണ്. ഇത് പറഞ്ഞാൽ കഴിച്ച വയറ്. ബിഗ് മാക്ക് ആൻഡ് മെലൺ പെപ്സി. ഓക്കെ, നമ്മൾ നേരെ ലിഡിലോട്ടാണ് അത് കഴിഞ്ഞ് വന്നേ. ഒരു കുപ്പിയും കൂടി എടുക്കാൻ ഓർത്തു. പിന്നെ വീട്ടിലോട്ട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ചിക്കൻ ഒക്കെ എടുക്കാൻ ഓർത്തു. ജസ്റ്റ് അത് അങ്ങനെ കുപ്പി എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. സെക്കൻഡ് കുപ്പി. അപ്പോൾ എനിക്ക് ഒന്നില്ലെങ്കിൽ ഐറിഷ് ക്രീമോ അല്ലെങ്കിൽ ബേലിഷോ അങ്ങനെ എന്തെങ്കിലും ക്രീമായിട്ടുള്ളത് നാട്ടിൽ കിട്ടത്തില്ലല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് ഓർത്തേക്കത്. ഞാൻ കാണിച്ചു തരാം. ദിസ് വൺ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഐറിഷ് ക്രീം. മിററായതുകൊണ്ട് തിരിഞ്ഞിരിക്കുകയാണല്ലേ. ഇതാണ് നമ്മുടെ കുപ്പികൾ. ജെയിംസൺ വേണോ അല്ലെങ്കിൽ സ്കോച്ച് വിസ്കി എടുക്കുന്നോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. ലാസ്റ്റ് ഫൈനലി ഞാൻ ഐറിഷ് ക്രീം എടുത്തു. അവിടെ നിന്ന് നേരെ ഞാൻ വന്നത് ഒരു നെയിൽ എക്സ്റ്റൻഷൻ അല്ല, ജസ്റ്റ് ഒരു നെയിൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എക്സ്റ്റൻഷൻ എനിക്ക് ആവശ്യമുണ്ടായില്ല, ഓൾറെഡി നെയിൽസ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചെയ്യണം എന്നുള്ള വൈബൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴും കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ അങ്ങ് ഒരു മെറൂൺ ഒരു സിംഗിൾ ഷെയ്ഡ് അങ്ങ് ചെയ്തു. ഷിഫ്റ്റ് കഴിഞ്ഞ് ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മാളിൽ നമ്മൾ ലാസ്റ്റ് നെയിലാണ് നിർത്തിയത്. യെസ്, ഞാൻ അത് കഴിഞ്ഞിട്ടൊരു 5 മണിക്കായപ്പോൾ വീട്ടിലെത്തി. അങ്ങ് കയറി കിടന്നു. ഉറങ്ങി ഇല്ല, ഒരു സ്മോൾ നാപ്പ് അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വേഗം ചാടി എന്നിട്ട് അയ്യോ പാക്ക് ചെയ്യണമല്ലോ, സമയമില്ലല്ലോ, അങ്ങനത്തേക്കൊരു സംഭവം. എക്സൈറ്റ്മെൻറ്റ്. ആ ഒരു ടിക്കറ്റ് എടുത്ത സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നാട്ടിൽ പോവാലോ അത്. പക്ഷെ ഇപ്പം എനിക്ക് ഒട്ടുമില്ല. എനിക്ക് ഇന്ന് വയ്യടാ അങ്ങനെ. ഇപ്പം സമയം 7:58. 8 മണിയായി. പാക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒന്നും തുടങ്ങിയിട്ടില്ല. സോ ഞാൻ എൻ്റെ റൂമിൻ്റെ കോലം കാണിച്ചു തരാം. മെസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റം മെസ്സായിട്ട് എടുക്കണേ. എൻ്റെ റൂം ഫസ്റ്റ് ടൈം എത്ര മെസ്സായിട്ട് എടുക്കണേ. ഇതൊക്കെ ഒതുക്കണം. ഞാൻ മേടിച്ചതും പെട്ടി പാക്കിലും എല്ലാം. യെസ്, ഞാൻ കാണും ഗൈസ് എൻ്റെ റൂമിൻ്റെ കോലം. പെട്ടിയിൽ ഞാൻ ആദ്യം മേടിച്ച സാധനങ്ങൾ, കുറച്ച് ഷൂസ്, അതൊക്കെ ഞാൻ അപ്പം തന്നെ വന്നിരുന്നു പെട്ടിയിൽ വെച്ചായിരുന്നു. പിന്നെ ഇതൊക്കെ മറ്റേ ടെമോന്ന് വന്ന സാധനങ്ങളാണ്. ബാഗ്, ഡ്രസ്സ്, കാര്യങ്ങൾ, അതൊക്കെ. ദെൻ ഇത് നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് പോയി ഷോപ്പ് ചെയ്തതാണ്. കുറച്ച് ചോക്ലേറ്റ്സ്, നട്ട്സ്, കുറച്ച് ഡ്രസ്സസ്, പിന്നെ ഒരു കുപ്പി എടുത്ത്. യെസ്, പെർഫ്യൂംസ്, ബാഗ്സ്, അതൊക്കെ പെർഫ്യൂമാണ്. വിറ്റ് വഴി ഇത് കിട്ടി എനിക്ക്. ഈ ഒരു നല്ല പെർഫ്യൂം കിട്ടി. യെസ്, പിന്നെ ഇതെല്ലാം നമ്മളിപ്പോൾ സെറ്റാകും. ഇതിങ്ങനെ കാണിക്കുമ്പോൾ റീലിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ പോലെ ആയിരുന്നെങ്കിൽ അല്ലേ. നമുക്ക് തുടങ്ങാം. എനിക്കൊരു വൈബില്ല. വൈബ് വരെ പാട്ട് വെക്കാം. അപ്പടി പോട്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ പാക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് കുറച്ച് ലേറ്റ് ആയി. പെട്ടെന്ന് എണീക്കാൻ വയ്യ. ഒരു ഒന്നും അങ്ങ് പ്രോസസ്സിങ് ആവുന്നില്ല തലയിൽ. നമുക്ക് വേഗം പോയി ഫ്രഷൊക്കെ ആയി റെഡി ആയിട്ട് വരാം. സമയമില്ല, ലേറ്റായിപ്പോയി. 8:30 ഞാൻ ക്യാബല്ല ഫ്രണ്ട്സൊക്കെ വന്നേ. അപ്പോൾ ഇപ്പോൾ 7:30 ആയി. അപ്പോൾ ലേറ്റാണ്. അപ്പോൾ ചാടാപാടിയൊന്ന് നമുക്ക് റെഡിയാവാം. ഞാനങ്ങനെ ടക്കേന്ന് ഫ്രഷപ്പായിട്ട് വന്നു. ബേസിക് സ്കിൻ കെയർ, ഒരു ലൈറ്റ് മേക്കപ്പ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. മോർ ദാൻ 17 hours നമുക്ക് ട്രാവലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ടയേർഡാവും.
സോ ജസ്റ്റ് ടോണർ, സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ദാറ്റ്സ് ഇറ്റ്. എല്ലാ പ്രോഡക്ട്സും ഞാൻ ഒരു ഫ്ലിക്സിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 months ഓൾമോസ്റ്റ് ആയി. എൻ്റെ ഫേസൊക്കെ നല്ല ആക്നെ, പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉള്ളതായിരുന്നു. ബട്ട് ഇതെല്ലാം നല്ല രീതിക്ക് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഡക്ട്സ്. പിന്നെ ഞാൻ ലിപ് ബാം അല്ല, ഇപ്പോൾ ലിപ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതും എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല ഹൈഡ്രേഷൻ തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാനിവിടെ വന്നെടുക്ക് മേടിച്ചതാണ്, ഇപ്പോൾ ഞാൻ അതന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീൻ, ഈ എല്ലാ പ്രൊഡക്ട്സും ഞാൻ നാട്ടിലത്താണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ലണ്ടനിലെ കുറച്ചും കൂടി എക്സ്പെൻസീവായിട്ട് തോന്നും, ബട്ട് അത്ര പെർഫോമൻസ് ചെയ്യാത്ത പോലെയും തോന്നാറുണ്ട്. മേ ബി അത് എൻ്റെ ഒരു പേഴ്സണൽ ഇതായിട്ട് തോന്നുന്നതായിരിക്കാം ഞാനധികം യൂസ് ചെയ്യാത്തതുകൊണ്ട്. ഇതൊക്കെ തീർന്നാലും ഞാൻ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തിടുകയോ അല്ലെങ്കിൽ കുറേ റേപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ഒരു ലൈറ്റ് മേക്കപ്പ്, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ആണ് കേട്ടോ. എനിക്കറിയില്ല, ഞാനൊരു 3 years ആയിട്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മുതൽ അവരുടെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യാറ്. ആ ടൈമിലൊക്കെ അത് ചീപ്പായിരുന്നു. പിന്നെ എന്താ നല്ല രീതിക്ക് എനിക്ക് വേണ്ട പെർഫോമൻസും ലൈക്ക് ഫിനിഷിങ്ങും എല്ലാം കിട്ടാറുണ്ട്. മാസിൻ്റെ BB ക്രീം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മസ്കാര, ബ്ലഷ് പേഴ്സണേ അല്ല ഞാൻ, ബട്ട് എന്നാൽ പോലും ഇന്ന് കുറച്ച് ഓവറാവാം എന്നോർത്തിട്ട് ഞാൻ ചുമ്മാ ഒരു ബ്ലഷും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ തന്നെ ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുള്ളൂ. ഞാൻ പോവാണ്. റെഡിയായിപ്പോ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അതിന്റെ മീതി ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഒന്നും കൂടെ എടുക്കണോ? യെസ്, അപ്പൊ എല്ലാം കഴിഞ്ഞ 1 kilo വെയിറ്റ് കൂടുതലാണ്. എന്താകുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കാൻ പോവാണ്. യെസ്, എന്തിപ്പോ ചെയ്തതൊന്ന് പറയോ? ഇല്ല, ഞാൻ പറയില്ല. എന്തൊക്കെയോ ചെയ്ത് ഗൈസ്. കണ്ണേറ് കിട്ടരുതാ പറഞ്ഞത്. ഇവിടെ നാണം ഗൈസ്. പ്രാർത്ഥിക്കാൻ സമയം പോയി. ഞാൻ പോവാൻ പോണേ. എന്താ പറയാനുള്ളേ? ഓവർ ഡ്രാമാറ്റിക്. എന്താ ജെൻസൺ ജെയിംസ് പറയാനുള്ളത്? എനിക്ക് മാത്രമേ വിഷമമുള്ളൂ. അങ്ങനെ എല്ലാവരോടും പയ്യൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കാറിലൊക്കെ കയറി പെട്ടിക്ക് വെച്ച് അയ്യോ എന്തോ ഇപ്പോൾ ഒരു സാധനം കിട്ടി തുടങ്ങി പോകുന്നത്. ഞാൻ മെഗ്ഡി വന്നേക്കാണ്. ഇനിയൊരു 1 hour കൂടി ഉള്ളു ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ട്. എനിക്ക് ഓവർ വെയിറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഡ്രസ്സിന്റെ മീതെ ഡ്രസ്സ് എടുത്തിട്ടേക്കുവാ. എനിക്കിപ്പോ എന്തോ ഫീലൊക്കെ വന്നു തുടങ്ങിയോ. നട്ടിപ്പോണ് സംഭവം. ഇനി വെറുതെയൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചെറിയ സങ്കടം. ബട്ട് ഐ എം സോ എക്സൈറ്റഡ്. കാണാം. ഇനിയൊരു 8 minutes അത്രയൊക്കെ ഉള്ളൂ എയർപോർട്ട് എത്താനായിട്ട്. ഇപ്പം എനിക്കൊരു സാധനമൊക്കെ കിട്ടിത്തുടങ്ങി. ഇവരുടെയൊക്കെ വിട്ട് പോകുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ സങ്കടമൊക്കെ എന്തോ ഭയങ്കര വിഷമമൊക്കെ ഉള്ളിൽ കയറി തുടങ്ങി. അങ്ങനെ എയർപോർട്ട് എത്തി ഗൈസ്. എല്ലാവരോടും പയ്യൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പോവാണ്. ചെക്കിനൊക്കെ ചെയ്തു. വെയിറ്റിനൊന്നും ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഞാൻ ബ്ലാക്ക് ജാക്കറ്റും പിന്നെ വേറൊരു കോഡ് സെറ്റും സംഭവങ്ങളെല്ലാം ഓവർ വെയിറ്റഡായിട്ട് മേത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ നേരെ വാഷ്റൂമിലൊന്നും എല്ലാം ഊരി മടക്കി കെട്ടി ചെക്കിൻ ബാഗിൽ വെച്ചു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ്. അവിടെ നിന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഒരു പേടിയും എക്സൈറ്റ്മെൻറ്റും പിന്നെ എനിക്ക് പീരീഡ്സ് ആയിരുന്നു, അതിൻ്റെ വയ്യായികയും എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയപ്പനെ കണ്ടാൽ മതി എന്നുള്ളതെല്ലാം കൂടി ഒരു ഇമോഷനായിരുന്നു. 2.5 hour എന്തോ നമുക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. സോ അവിടുത്തെ ഉള്ളതുകൊണ്ട് എല്ലാ കടകളിലും ഞാൻ കയറി ഇറങ്ങി. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ നാട്ടിൽ നിന്ന് കയറുന്നതിന് മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും മേടിക്കാനുണ്ടായില്ല. പിന്നെ വയറുവേദനയൊക്കെ ആയതുകൊണ്ട് ഒരു ഹോട്ട് ചോക്ലേറ്റൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ അനൗൺസ്മെൻറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗേറ്റ് നമ്പർ പോലും അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഫോണിൽ നെറ്റും ഇല്ല. എന്തേനോന്ന് അറിഞ്ഞൂടെ. ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് പോയി. അങ്ങനെ നമ്മുടെ അനൗൺസ്മെൻറ്റ് വന്നു. ഞാൻ പോവാണ്. എനിക്കത് വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിൻഡോ സീറ്റിന് എന്തോ എക്സ്ട്രാ 20 pounds എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തില്ല. ഞാനപ്പോൾ ഇങ്ങനെ പോകുന്നതിന് മുമ്പ് വിൻഡോ സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പോകണമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. ഞാൻ ആവേശം മൂവി നാട്ടിലൊരു 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ബട്ട് എനിക്കെന്തോ വേറെ എന്ത് ചെയ്യാനാണ്, പോകണമില്ല ഒന്നുമില്ല. ഞാൻ പിന്നെയും ആവേശം മൂവിയൊക്കെ എടുത്ത് അതിക്കിരുന്ന് കണ്ടു.
ഈ ഒരു വ്യൂ എൻ്റെ പൊന്നെ എനിക്കന്ന് അങ്ങനെ ഉള്ളി പതിഞ്ഞു. ഉറക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഉറക്കവും എന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് ഒരു ഓക്കെ ആയിരുന്നു. എനിക്കങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല. എനിക്കിങ്ങനെ നാട്ടിലെത്തിയാൽ മതി, ആ മൂഡ് തന്നെ ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് ഡെസേർട്ടൊക്കെ കഴിച്ച് എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യ. പിന്നെ അവിടെ യൂണോ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കളിച്ച് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ അബുദാബി എത്തി ഗൈസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.